റിപ്പോർട്ട് ചെയ്യാൻ കാരണം, അതായത് ഒരു മനുഷ്യനെ കാലത്തിലൂടെ മനുഷ്യരാശി സഞ്ചരിക്കുമ്പോൾ അതാത് കാലങ്ങൾ നമുക്ക് ഏൽപ്പിച്ചു തരുന്ന ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. കാലം നൽകുന്ന ഓരോ വെല്ലുവിളികളെയും പ്രതിരോധിക്കുന്നതിനാവശ്യമായ അപ്ഡേഷൻ ജപമാലയിലുണ്ട്. ഇത് ഉപയോഗിക്കുന്ന രീതികളിലാണ് നമ്മൾ ഓരോരോ വിഷയത്തിനും ഓരോരോ രീതികളുണ്ടാവും. ഓരോരോ വിഷയത്തിനും ഓരോരോ രീതികൾ എന്ന് പറയുമ്പോൾ ജപമാലയുടെ കാര്യമാണ് ഞാൻ പറയണത്. ഇപ്പം നമുക്കറിയാവുന്നത് 2 ജപമാല അറിയാം നമുക്ക്. ഒന്ന് കസേരയിരുന്ന് ചെല്ലണ ജപമാല, അല്ലെങ്കിൽ മുട്ടേന്ന് ചെല്ലണ ജപമാല, അല്ലെങ്കിൽ നടന്ന് ചെല്ലുന്ന റാലി ജപമാല. ഇതല്ലാതെ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് അറിയാൻ പാടില്ല. ഇതിന് ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനാണ് ഞാൻ എപ്പോഴും നിങ്ങൾ പറയുന്നത്, പരിശുദ്ധാത്മാവായിട്ടുള്ള ഒരു ലെങ്കിൽ നിൽക്കണം. അപ്പോഴിൻ്റെ ആപ്ലിക്കേഷൻസ് ഇവിടെ കിട്ടും. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന അനുഭവം ഇപ്പോൾ നിങ്ങൾക്ക് പരിചയമുണ്ടാകും. ആ തൈക്കൽ പള്ളി പരിചയം ഉണ്ടാകും. തൈക്കൽ പള്ളിയിലെ ഒരു സംഭവം കൂടി ഞാൻ ഓർക്കുകയാണ്. അതായത് ഞാനിത് ഒരു സന്ധ്യാസമയമാണ് അവിടെ ചെന്നതേ ഉള്ളൂ. ആ പള്ളിയിലെ ഇപ്പം വീട് വെഞ്ചരിപ്പ് തുടങ്ങി ഒരു ദിവസം 40 വീട് വെച്ച് വെഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ വെഞ്ചരിച്ച് വന്ന് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് മുമ്പ് ഒരു 7 മണിക്ക് മുമ്പ് പള്ളി വരണം. അതാണ്ടൊരു കണക്കൂട്ടല്ലേ, 3 മണിക്ക് തുടങ്ങുന്നതാണ്. അപ്പം ഞാനും എൻ്റെ കൂടെ കപ്പലുണ്ട്. ആളെ ഇവിടെ ജീവിച്ചിരിക്കുന്ന ആളാണ്. ഇവരെല്ലാം ഈ പറയുന്ന ആൾക്കാരെല്ലാം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതാണ്. ഒരാഴ്ച ബാക്കി എല്ലാവരും ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പം ഞാൻ തൈക്കപ്പള്ളിയുടെ വടക്ക് കിഴക്ക് വശം കുറേ വീട് വെഞ്ചരിച്ചിട്ട് പള്ളിയുടെ വാതിൽക്ക് കൂടി ഒരു വഴിയുണ്ട്. ആ വഴി തുടങ്ങണത് ഒരു 2 കിലോമീറ്റർ വടക്ക് വശത്താണ്. അപ്പോൾ ആ വഴി നടവഴിയാണ്, റോഡല്ലേ. ഇപ്പോഴും നടവഴിയാണെന്ന് തോന്നുന്നത്. നടവഴി കൂടി ഞാനും കപ്പലും കൂടി പള്ളിയിലോട്ട് വെഞ്ചരിപ്പെല്ലാം കഴിഞ്ഞ് പള്ളിയിലോട്ട് വരികയാണ്. പള്ളിയിലോട്ട് വരുന്നതിന് ഇടയ്ക്ക് സന്ധ്യയായിപ്പോയതുപോലെ. അപ്പോൾ കപ്പേരച്ചൻ എന്നോട് ചൂണ്ടിയിട്ട് പറഞ്ഞാച്ചാ ആ കാണുന്നതാണ് പള്ളിമൂപ്പൻ്റെ വീടെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് പള്ളിമൂപ്പൻ എന്നൊക്കെ പറഞ്ഞാൽ കൈക്കാരനൊക്കെ പറഞ്ഞാൽ പിടി കിട്ടും. കാര്യം എൻ്റെ പള്ളി കൈക്കാരനുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പേര് കേൾക്കണത്. അച്ഛാ ആ കാണുന്നതാണ് പള്ളിമൂപ്പൻ്റെ വീടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പള്ളിമൂപ്പൻ? നമ്മൾ എൽഡേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട ആദിമസഭയിലെ ഡീക്കന്മാരെ എൽഡേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അതല്ല, ഇതെന്ന് പറയുന്നത് പള്ളിയുടെ പറമ്പ് പണിക്ക്, പള്ളിക്ക് ഒരു 14 ഏക്കറോളം സ്ഥലമുണ്ട്. ഇതെല്ലാം അതാത് കാലങ്ങളിൽ വേലയെടുപ്പിക്കണതും അതുപോലെ തന്നെ പള്ളിയോട് ബന്ധപ്പെട്ടിട്ടുള്ള തെങ്ങിനോട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും, പുരയുടെ കാര്യങ്ങളെല്ലാം ചെയ്യണത് ആ ഒരു അപ്പച്ചനാണ്. മത്തായി ചേട്ടനെന്ന് പറയും. അങ്ങനെ ദൈവത്തിൻ്റെ പേര് അത് അന്ന് കാലത്തില്ല. മക്കളൊക്കെയാണ് പിന്നീട് 4 പേരും പുരയുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണത്. അപ്പം ഞാൻ ആ വഴി വരുമ്പോൾ പെട്ടെന്ന് ഒരു ചെടുത്ത് ഓടി മറഞ്ഞ് അപ്പം ഞാൻ ഇങ്ങനെ വഴി നോക്കി നിൽക്കണം. പള്ളിവെപ്പൻ്റെ വീട് കാണിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. കാര്യം വെച്ചാൽ ഞാനായിട്ട് ബന്ധപ്പെടേണ്ട ആളാണ്. കാരണം ഇത്രയും വലിയ പുരയിടങ്ങളൊക്കെ നോക്കി നടത്തണമെന്നുണ്ടെങ്കിൽ ആ തെങ്ങിൻ്റെ ഭാഷ, മണ്ണിൻ്റെ രുചിയൊക്കെ അറിയാവുന്ന ആൾക്കാരാണ് ഇത് നോക്കേണ്ടത്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ വന്ന ആഴ്ചയിലാണ്. അപ്പം ഞാൻ ആ ചേർത്ത് ഓടി മറഞ്ഞില്ല എന്ന് പറഞ്ഞു. അതാണ് വെച്ചാൽ അത് മൂത്ത മകൻ്റെ വൈഫാണ്. ഞാൻ പറയും എന്തിനാ അച്ഛനെ കണ്ടപ്പോൾ ഒരു സന്ധ്യക്ക് ഓടിക്കളഞ്ഞെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ രീതി അനുസരിച്ച് ഞാൻ അങ്ങോട്ട് ചെല്ലും. അപ്പം ഞാനും കപ്പേരച്ഛനെ വിളിച്ചോണ്ട് നമ്മുടെ വീടല്ലേ, ഉപ്പൻ്റെ വീടല്ലേ, അപ്പം എന്തിനാണ് ഓടിക്കളഞ്ഞെന്ന് ചോദിക്കാൻ വേണ്ടി ഞാനിവിടെ വീട്ടിലോട്ട് ചെന്നു. അപ്പോൾ ആരുമില്ല ആ വീട്ടിൽ. അത് അത്രയ്ക്ക് ബലമുള്ളൊരു വീടല്ല, ഒരു സാധാരണ ഓല കൊണ്ടുള്ള വീടാണ്. അതിന് പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നൂണ്ടി ഓല കൊണ്ടുള്ള വീട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇവിടുത്തെ വല്യമ്മച്ച അപ്പുറത്തെ വീട്ടിലുണ്ടായിരുന്നു. അവരോടനെ
അച്ഛനെ വന്ന് വലിയ സന്തോഷമായിട്ട് വന്ന് നടയിൽ തിരി കത്തിച്ചപ്പോൾ ഞാൻ അമ്മച്ചിയോട്, വലിയമ്മച്ചിയാണ്, നല്ല പ്രായമുണ്ട്. അപ്പം ഞാൻ അമ്മച്ചി എന്താ ഇത് മരുമകളാ ഓടിക്കളഞ്ഞെന്ന് പറഞ്ഞ്. അച്ഛാ ഭയങ്കര നാണം കൊണ്ട് ഓടിയതാണെന്ന് പറഞ്ഞ്. ഞാൻ എന്തിനാ നാണം? അല്ലച്ചാ എൻ്റെ കിടപ്പ് കണ്ട, ഇപ്പോൾ ഇരയുടെ കിടപ്പ് കണ്ട, എൻ്റെ സങ്കടം കൊണ്ട് ഓടിയതാണ്. അച്ഛനെ ഈ കോലം കാണിക്കേണ്ടി വന്നില്ല എന്ന് ഓർത്തിട്ട് അഭിമുഖീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഓടിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ വലിയ പറ്റിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്കത് മനസ്സിലായി ശരിക്കും. ഞാൻ സാരമില്ല, എന്ത് വിഷയമായാലും കർത്താവിനല്ലേ സമാധാനം ഉണ്ടാക്കേണ്ടത്. അവരെ വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്മച്ചി ഇരുട്ടത്ത് പോയി ആ ചേച്ചിനെ വിളിച്ചോണ്ട് വന്നപ്പോൾ നമുക്ക് സങ്കടം തോന്നി. അധികം ചിലപ്പോൾ യാർത്ഥിയായ ചേച്ചിയാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഒരു വിഷമമുണ്ടല്ലോ ഈ പേരുടെ അവസ്ഥ കണ്ടിട്ട്. അവർക്ക് അച്ഛനെ ഈ ഇടം അറിയണമല്ല എന്ന് ഓർത്തിട്ടൊക്കെ പല വിഷയങ്ങളാണ്. എനിക്കതൊന്നും ഒരു വിഷയമല്ല. കാര്യം ഞാനിങ്ങനെ ഒത്തിരിയേറെ കൺട്രോളായ കാരണം ഞാൻ പറഞ്ഞു, ഞാൻ ഉടനെ അതിൻ്റെ അകത്ത് മുട്ടയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം നടയിൽ തിരി കത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ച്. തിരി കത്തിച്ച് ഞാൻ കുറേ പ്രാർത്ഥിച്ചു, വീടിനെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും ഭർത്താവിനെക്കുറിച്ചും എല്ലാം ഭൗതിക കാര്യങ്ങളാണ് പ്രാർത്ഥിച്ചത്. കാര്യം അവിടെ നമുക്ക് ഭൗതിക കാര്യങ്ങളുടെ ക്രമീകരണമാണ് അവിടെ നടക്കേണ്ടത്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവരുടെ വീടിനെ ബാധിക്കുന്ന ഒരു അടിത്തറ കിടക്കണേ. എന്ന് വെച്ചാൽ പണ്ട് വീട് കെട്ടാൻ വേണ്ടി അടിത്തറ കെട്ടിയതാണ്. പക്ഷേ അത് പിന്നീട് അതിന്മേലൊരു കല്ല് വെക്കാൻ നിർത്തിയില്ല. അത് 14 വർഷം മുമ്പുള്ള അടിത്തറയാണ്. പുല്ലൊക്കെ പിടിച്ച് കിടക്കുകയാണ്. ആ ചെങ്കലിൻ്റെ ആ പശപ്പെല്ലാം മാറി വെറുതെ ഇങ്ങനെ ഗ്ലാസ് തെളിയുന്ന പോലെ തെളിഞ്ഞ് കിടപ്പുണ്ട്. അടിത്തറയാണ്. അപ്പം ഞാൻ ഉടനെ അവരോട് ചോദിച്ച്, ഇതെന്താണ് ഈ അടിത്തറ, എന്ത് പറ്റിയതാണ് ഇങ്ങനെ കെട്ടാതെ കിടന്നു പോയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ്, അച്ഛാ ഇത് കുറച്ച് കൊല്ലം മുമ്പ് ഗവൺമെൻറ് അനുവദിച്ചതാണ് ഞങ്ങൾക്ക്. അന്ന് ഗവൺമെൻറ് ഇപ്പോൾ ഒരു 80കളിലൊക്കെ 3000 രൂപയുടെ ലോൺ ഉണ്ടായിരുന്നു. ഒരു പെര കെട്ടാൻ 3000 രൂപയാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. അന്ന് നമുക്കൊരു 3000-4000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ആ പെര തീർക്കാമായിരുന്നു. അതിൻ്റെ ഗഡു പിന്നീട് ഗവൺമെൻറ് ഇപ്പോൾ ആ 3000 വളർന്ന് ഇപ്പോൾ 2 ലക്ഷമായിരിക്കണത്. 2 ലക്ഷം 4 ലക്ഷമൊക്കെ ആയത്. ഇപ്പം ഇതെന്ന് പറയുന്നത് 7000-ൻ്റെ വീടാണ്. അത് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഞാനിരിക്കണകത്ത് തന്നെ അത് 40,000 ആയിരുന്നു. ഗവൺമെൻറ് 40,000 കൊടുത്തുകൊണ്ടിരുന്നത് പഴയ 7000-ന് പകരം. പക്ഷേ 7000-ൻ്റെ വീട് 3 ഗഡുക്കളാണ്. അടിത്തറ കെട്ടാൻ വേണ്ടി ഒരു ഗഡുക്ക് കൊടുക്കും. അടിത്തറ കെട്ടിക്കഴിഞ്ഞാൽ വില്ലേജ് ഓഫീസർ വന്ന്, നിങ്ങൾക്കറിയാം അത് എല്ലാവർക്കും, അടിത്തറ കണ്ട് അടിത്തറ കെട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയാൽ നമുക്ക് ആ ലോണിൻ്റെ 2ാം ഭാഗം കിട്ടും. അപ്പോൾ അടിത്തറ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ലോണിൻ്റെ 2ാം ഭാഗത്തിന് അപേക്ഷ വെക്കാൻ പറഞ്ഞു. ആ ചേട്ടന് 2ാം ഭാഗവും കിട്ടി. അധികം കാശ് കാണത്തില്ലായിരിക്കും ചിലപ്പോൾ. രണ്ടാമത് ഉത്തരവിധാനം കിട്ടാനുള്ള കാശ് അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ കാശ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂത്ത കുഞ്ഞിനെ പ്രസവിക്കാൻ വേണ്ടി അങ്ങനെ മൂത്ത കൊച്ചിൻ്റെ പിറവിയാണ്. അങ്ങനെ ഡെലിവറിക്ക് വേണ്ടി ആശുപത്രിയിൽ പോയി ആ കാശിന് കൊണ്ടുവന്ന സർക്കാർ തന്ന കാശ് മുഴുവനും ആശുപത്രിയിലായി. അപ്പോൾ ഒരു കുടുംബം എങ്ങനെയാണ് വളരെ മോശം കണ്ടീഷനിലേക്ക് പോകണമെന്ന് ഇപ്പോൾ നമുക്കറിയാം. മനസ്സിലായില്ലേ? എന്താ കുഴപ്പമായപ്പോൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ 3ാമത്തെ ലോൺ കിട്ടത്തില്ല. അതല്ല, അതിനേക്കാൾ വലിയ പ്രശ്നം സംഭവിച്ചു. കാര്യം ഇതിൻ്റെ പട്ടയം കൊണ്ടുപോയി വില്ലേജ് ഓഫീസിൽ വെച്ചാൽ മാത്രമേ അന്നത്തെ കാലത്ത് ഗഡുക്കൾ അനുഭവിക്കത്തുള്ളൂ. അപ്പോൾ പട്ടണക്കാട് എന്ന് പറഞ്ഞ സ്ഥലം അവിടെ ഉണ്ട്. ഇപ്പം പട്ടണക്കാട് വില്ലേജ് ഓഫീസൊക്കെ ഉണ്ട്, പട്ടയം വെച്ചിരിക്കുകയാണ്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടക്കാലം കൊണ്ട് പഴയ വില്ലേജ് ഓഫീസ് പൊളിഞ്ഞു പോയി.
റിപ്പയർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പുതുതായിട്ടെല്ലാം ചെയ്ത്. അപ്പോൾ അത് വില്ലേജ് ഓഫീസ് പൊളിച്ച് കളഞ്ഞ്, എന്നിട്ട് അവിടെ പുതിയ വില്ലേജ് ഓഫീസ് കെട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ എന്നാ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പട്ടയമെല്ലാം കൊണ്ടുപോയി ചേർത്തല എന്ന് മനസ്സിലാവുണ്ട്. അപ്പോൾ ചേർത്തല കൊണ്ടുപോയി തഹസിൽദാറിൻ്റെ ഓഫീസിൽ വെച്ച്, താലൂക്ക് ഓഫീസിൽ വെച്ച്. അപ്പം താലൂക്ക് ഓഫീസുകാരനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ കുറേ അധികം ഇതുപോലെയുള്ള ലോൺ ഇഷ്യൂസ് ഉള്ള കാരണം ഈ അവിടുന്ന് പട്ടണക്കാട് കൊണ്ടുവന്ന വില്ലേജ് ഓഫീസ് പൊളിച്ചു പോയപ്പോൾ കൊണ്ടുവന്ന പട്ടയം മുഴുവനും പഴയ ഒരു ബിൽഡിങ്ങിൻ്റെ, അത് പഴയ ബിൽഡിങ്ങാണ്, നമ്മളെ പാർത്ത കെട്ടിടമല്ല, ഓടിട്ട പഴയ കെട്ടിടമാണ് താലൂക്ക് ഓഫീസ്. അതിൻ്റെ പച്ചിനകത്ത് കൊണ്ടിട്ട് എൻ്റെ മേല് കൊണ്ടുപോകാഞ്ഞ ഭാഗ്യം. അപ്പം അങ്ങനെ ഒത്തിരി പേരുടെ പട്ടയങ്ങൾ നഷ്ടപ്പെട്ടു. നമുക്കറിയാമല്ലോ, നമ്മൾ ഇങ്ങനെയാണെന്നത് ഞാൻ പിന്നീട് കണ്ടുപിടിച്ചത്, റെഡിമെയ്ഡായിട്ട് പറഞ്ഞതല്ല. ഇതിങ്ങനെയാണ് ചെല്ലുമ്പോൾ ഇവർ കൈമരത്തിക്കുള്ളൂ. എവിടെ പോകുന്ന ആർക്കും അറിയാൻ പറ്റില്ല, പുതിയ പുതിയ ആൾക്കാരല്ലേ മാറി മാറി വരണത്. അപ്പോൾ പട്ടണക്കാട് വരുമ്പോൾ അവിടെ വില്ലേജ് ഓഫീസറില്ല, വില്ലേജ് ഓഫീസില്ല. ചേർത്തല ചെല്ലുമ്പോൾ പറയും അതെവിടെ വെച്ചിരിക്കണമെന്ന് അറിയാൻ പാടില്ല എന്ന് പറയും. ഇങ്ങനെ കാരണം അവർക്കറിയാം, പക്ഷെ നോക്കാൻ വലിയ പാടാണ്. അപ്പം അതുകൊണ്ട് ഈ ലോണ് ആദ്യം എടുത്തത് കൊണ്ടുപോയി അടച്ചാലും പട്ടം കാണുന്നില്ല, ഫൗണ്ട് മിസ്സിങ് ആണ്. ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്നറിയുമോ? നിങ്ങൾ ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ വിഷമിക്കേണ്ട. നമ്മുടെ ശുശ്രൂഷയുടെ പേരെന്താണ്? അതിജീവനം. അമ്മയോടൊപ്പം എന്നാണ്. ഇപ്പം ഏത് തകർന്ന അവസ്ഥയിലായാലും അമ്മയോടൊപ്പം കൂടിയ അതിജീവനം ഉണ്ടാവും. അതെങ്ങനെയാണെന്നാണ് ഞാൻ നിങ്ങളോട് പറയണത്. അപ്പോൾ ഇതാണ് ഈ സിറ്റുവേഷനൊക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ വില്ലേജ് ഓഫീസിലും പട്ടയം ഇപ്പോൾ ഫൗണ്ട് മിസ്സിങ്ങാണ്. അപ്പോൾ ഇനി വേറെ സ്ഥലത്ത് വെക്കാൻ ഒന്നാമത്തെ നമുക്ക് കാശില്ല കൊണ്ടേ കൊടുക്കാൻ. ഇനി കൊണ്ടേ കൊടുത്താൽ പട്ടയം കിട്ടത്തുമില്ല. അപ്പോഴീ ഇങ്ങനെ വർഷങ്ങളുടെ വെയിലും മഴയും കൊണ്ട് അടുത്തറ ഈ ചെടിയൊക്കെ ആലും അതുപോലെ തന്നെ മഷുള്ള ചെടിയൊക്കെ പിടിച്ച് അങ്ങനെ കിടക്കുകയാണ്. ശരിക്കും ഒരു കുഴിമാടം പോലെ ദ്രവിച്ചങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഇത് കാണുന്നത്, ഉടനെ എൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്ന്, ഇതാണ് ഞങ്ങളെ ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നടക്കണം. ശരിക്കും ജപമാല പ്രാർത്ഥിക്കുമ്പോൾ ഒരു മിനിമം പരിശുദ്ധാത്മാവ് ഉണ്ടാകണം. അല്ലാതെ കുസുമം കുഞ്ഞയും പൗശന്യവും പാപവും ഒക്കെ ആയിട്ട് ജപമാല പ്രാർത്ഥിച്ചിട്ട് ദൈവികമായ വെളിപാടുകൾ വന്ന് അറിയാൻ പറ്റാതെ വരും. ഇങ്ങനെ നമുക്ക് പട്ടിക പോലെ ജപമാല പ്രാർത്ഥിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ വിശുദ്ധി കീപ്പ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്തിനാ? പരിശുദ്ധാത്മാവിനെ നിലനിർത്താൻ വേണ്ടിയാണ്. കാര്യം അശുദ്ധാത്മാവ് ഉള്ളയിടത്ത് പരിശുദ്ധാത്മാവ് സർവൈവ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധി ഏത് ലോക്ക്ഡൗൺ, ഇപ്പം നിങ്ങൾ പറയും ലോക്ക്ഡൗൺ ആണ് കുമ്പസാരിക്കാനൊന്നും പറ്റത്തില്ല, അങ്ങനെ എളിതരമുള്ളിടത്ത് വാദം കോശിട്ട് കാര്യമില്ല. കുമ്പസാരിക്കാൻ പറ്റണില്ല എന്ന് കണ്ട അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പം നമ്മൾക്ക് കൊറോണയാണ്, മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൊറോണ വായിച്ചെന്ന് ചാടുക ഇല്ല. ഇപ്പം കൊറോണയൊക്കെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെന്ത് ചെയ്യും? അതുകൊണ്ട് നമ്മളെ പ്രിക്കോഷത്തോടെ പെരുമാറത്തുള്ളൂ. ഇപ്പം കുമ്പസാരം ഈ കാലത്തില്ല, നമുക്കറിയാം. അപ്പം പാപം ചെയ്യാതിരിക്കണം. നമ്മളിപ്പോൾ മാസ്ക് ഒക്കെ എന്തിനാണ്? ഇതിന് മരുന്ന് കണ്ടുപിടിക്കാത്തതാണ്. എങ്ങനെ മരുന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആൾക്കാർ മാസ്ക് വെച്ച് കളയും. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അതാണ് ഒരു ആത്മാർത്ഥത എന്ന് പറയണത്. ഇപ്പോൾ കൊറോണയാണ്, നമുക്ക് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. ഇതിപ്പോൾ അതുപോലെ തന്നെ കുമ്പസാരം ഇപ്പം നമുക്ക് കിട്ടാൻ പാടാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ആത്മാർത്ഥത ദൈവത്തോടുള്ളവർ പാപം കുറക്കണം. പരമാവധി ചെയ്യാൻ പറ്റാത്ത പരമാവധി പാപം ചെയ്യാണ്ടിരിക്കണം. കായപ്പം ദൈവത്തെ മനസ്സിലാകും. നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു പരിശ്രമം ഉണ്ടെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിനെ തിരിച്ചെടുക്കത്തില്ല. കാര്യം എന്നൊക്കെ ചെയ്താലും പരിശുദ്ധാത്മാവ് തിരിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയും നടക്കത്തില്ല. കാര്യം പ്രാർത്ഥനയ്ക്ക് മിനിമം സ്പിരിറ്റ് വേണം. അതുകൊണ്ട് വലിയ കൊലപാതകം വിചാരം ചെയ്ത ഒരു മനുഷ്യനാണ് ദാവീദ്. കയ്യിൽ നിന്ന് അബദ്ധം വന്നു പോയപ്പോൾ ആദ്യത്തെ ശ്വാസത്തിൽ തന്നെ പറഞ്ഞത് എന്താണെന്നറിയാവോ?
പരിപാവരനെ എടുത്തു മാറ്റല്ല എന്നാ പറഞ്ഞത്. എന്നെ വേണേ വെട്ടിക്കൊന്നാലും കുഴപ്പമില്ല, അങ്ങയുടെ മുമ്പിൽ നിന്ന് എന്നെ കളയരുത്, പ്രാർത്ഥിക്കാൻ ഉള്ള അരുവി കളയരുതെന്നാണ് പറയണത്. എനിക്ക് ഇങ്ങനെ പാപത്ത് വീണുപോയി, പക്ഷേ പ്രാർത്ഥിക്കാനുള്ള എൻ്റെ അരുവി എടുത്ത് കളയരുത്, തവ തിരുസന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. എന്നുവെച്ചാൽ പ്രാർത്ഥിക്കാനുള്ള അരൂപി എടുത്ത് കളയരുത്. അതൊരു അനുതാപമാണ്. പട്ടാങ്ങിയായിട്ട് പറയുകയാണ്, കയ്യിൽ നിന്ന് അബദ്ധം പറ്റിപ്പോയി, പ്രത്യേക ഒരവസ്ഥയിലായിപ്പോയി, അപ്പോഴേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ള അരൂപി കളയരുത്. ഒരു പക്ഷേ മനുഷ്യന് അടിസ്ഥാനപരമായ വീണ്ടെടുപ്പ്, അതായത് എല്ലാം നഷ്ടപ്പെട്ട്, വീടും നഷ്ടപ്പെട്ട്, പട്ടയവും നഷ്ടപ്പെട്ട്, ജീവിതവും നഷ്ടപ്പെട്ടിരിക്കണമെന്ന് വിചാരിച്ചോ. പക്ഷേ പ്രാർത്ഥിക്കാനുള്ള അരൂപി ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ തിരുസന്നിധി ദാവീദ് പറഞ്ഞ പോലെ സങ്കീർത്തനം 51:1 അനുസരിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധി നിൽക്കാനുള്ള, പ്രാർത്ഥിക്കാനുള്ള അരൂപി ഉണ്ടെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ തിരിച്ചു പിടിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, അതാണ് ഞാൻ എപ്പോഴും നിങ്ങൾ പറയും, കീപ് ദ മിനിമം സ്പിരിറ്റ് എന്ന് പറയും. അതായത് മിനിമം പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കണമെന്ന് പറയുമ്പോഴേ, ഒരു കയ്യബദ്ധം വന്നാലും അനുതാപപ്പെട്ടാലും കർത്താവ് ആത്മാവിനെ എടുത്ത് മാറ്റത്തില്ല. ഓരോന്ന് എടുത്ത് മാറ്റിയാലും ആത്മാവായിരിക്കും അവസാനം എടുക്കുന്നത്. കർത്താവിൻ്റെ ശരീരത്തിൽ നിന്ന് അവസാനം എടുത്തത് ആത്മാവിനെയാണ്. അവസാനം വരെ ദൈവത്തിൻ്റെ അംബാസിഡറായിട്ട് ആത്മാവ് നമ്മുടെ കൂടെ നിൽക്കും. അപ്പോൾ ആത്മാവിനെ എടുത്താൽ പിന്നെ അവൻ തലചായ്ച്ചെന്നേ പറയാൻ പറ്റത്തുള്ളൂ, നമ്മൾ അടിയറ പറയേണ്ടി വരും. ആത്മാവിനെ എടുത്തുപോയാൽ പിന്നെ തല ചായ്ക്കാനേ പറ്റത്തുള്ളൂ. അവൻ തല ചായ്ച്ചു, ജീവനെ സമർപ്പിച്ചു, പിന്നെ ജീവൻ വെച്ചോണ്ടിരുന്നൊരു കാര്യമില്ലെന്നാണ് പറഞ്ഞത്. ആത്മാവിനെ എടുത്തോണ്ട് പോയാൽ പിന്നെ ജീവൻ തന്നെ വെച്ചോണ്ട് ഈ ജീവൻ സംരക്ഷിച്ചിട്ട് പിന്നെ കാര്യമില്ല. അവൻ തല ചായ്ച്ചു, ജീവനെ സമർപ്പിച്ചു. അപ്പം ആത്മാവിനെ എടുത്താലുള്ള, ആത്മാവാണ് അവസാനം പോകേണ്ട ആള്. അപ്പം അതുകൊണ്ട് നിന്റെ നീ ഇപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, പാപ സാഹചര്യത്തിൽ തന്നെ ജീവിക്കണം എന്ന് വിചാരിച്ചോ, അപ്പോഴും നീ കണ്ണീരുടെ കൊന്ത ചെല്ലുമ്പോൾ പറയണം, കർത്താവേ അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ, കർത്താവേ അങ്ങയുടെ ആത്മാവിനെ എടുത്തു മാറ്റരുതേ. മിനിമം സ്പിരിറ്റ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആത്മാവ് എടുത്ത് മാറ്റപ്പെടത്തില്ല. ആത്മാവ് മാറാതെ ഇരുന്നാൽ പിന്നെ എന്താ കാര്യം വെച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതികളെ നമ്മളോട് പറഞ്ഞ് തോന്നിച്ചുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴേ ഈ അടുത്തറ കിടക്കണ കണ്ടേ. അപ്പോൾ എന്നോട് പറഞ്ഞ ഞാൻ എന്താ കാര്യം ചോദിച്ചപ്പോൾ കാര്യം പറഞ്ഞു. അപ്പോഴത് കേട്ടിട്ട് ആരായാലും അത് കേട്ടു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, പട്ടയം കാണാനില്ല. ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാ, പട്ടയം കാണാനില്ലെന്നല്ലേ പറയത്തുള്ളൂ. എന്നും പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു മേമ്പടിക്ക് സുഖിപ്പിക്കാൻ വേണ്ടി കർത്താവ് അനുഗ്രഹിക്കട്ടെ, അല്ലെങ്കിൽ പട്ടയം ദൈവം തരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് നല്ല ടോസൊക്കെ പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. കാര്യം നമ്മൾക്ക് ഫേസ് ദ ഫാക്ട് എന്താണെന്നുള്ളത് ആത്മാർത്ഥതയോടെ, ഇങ്ങനെ വ്യാജ ഉപദേശങ്ങൾ കൊടുക്കാതെ, വ്യാജ ആശംസകൾ നേരാതെ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ പ്രാർത്ഥിക്കാൻ പറ്റിയ ആരെങ്കിലും ചോദിച്ചു. ആശയടുത്ത് പ്രാർത്ഥിക്കുന്നത് എനിക്ക് അപ്പോഴേ എനിക്കറിയാം. കാര്യം എന്നെ കണ്ടപ്പോൾ ഓടിക്കളഞ്ഞല്ലേ. കാര്യമില്ല, ശരിക്കും പറഞ്ഞാൽ എളിമയില്ല, അഹങ്കാരമല്ലേ ഓടണത്. എൻ്റെ ഇടവെന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ ഒരു അവസ്ഥ, ശരി, എൻ്റെ അവസ്ഥ ശോചനീയമാണ്. പക്ഷെ ഒരു വൈദികൻ കാണുമ്പോൾ പ്രാർത്ഥിക്കുമല്ലോ. അങ്ങനെ ഒരു ചിന്തയില്ലാതെ ഞാൻ രണ്ട് വലിയ പുള്ളിയാണ്, എൻ്റെ ഇടം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചിലാണെന്ന് പറഞ്ഞുകൊണ്ട് ആന്തരിക അഹങ്കാരമല്ലേ. ആന്തരിക അഹങ്കാരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആത്മാവ് പ്രവർത്തിക്കാൻ എളുപ്പമാണ്. ഇപ്പം നിങ്ങൾക്ക് ഓർക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കൊണ്ട് കുഴപ്പമില്ല. ഇതുപോലെ വൈദ്യനെ കാണുമ്പോൾ ഓടുന്ന പാർട്ടിയാണെങ്കിൽ ഉള്ളിൽ അഹങ്കാരം ഉണ്ടാവും. ഉള്ളിൽ അഹങ്കാരം ഉണ്ടെങ്കിൽ ഒരിക്കലും ആത്മാവ് പ്രവർത്തിക്കത്തില്ല. ആ വലിയമ്മച്ചി പ്രായമുണ്ട്, അവർക്ക് 70 വയസ്സുണ്ട്. അവരോട് ഞാൻ ചോദിച്ചു, ഇവിടെ പ്രാർത്ഥിക്കണ ആരുണ്ടെന്ന് ചോദിച്ചു. അവർ പറഞ്ഞ്, അച്ഛാ എന്താണ് അച്ഛാ, ഞാൻ പ്രാർത്ഥിക്കണതാണ് എന്ന് അമ്മച്ചി പറഞ്ഞു. അമ്മച്ചീനോട് പറഞ്ഞു. അപ്പോൾ അവർക്ക് 70 വയസ്സുണ്ട്. ഞാൻ പറഞ്ഞു, അമ്മച്ചി മഞ്ഞൊക്കെ, അപ്പോൾ ഇത്തിരി മഞ്ഞൊക്കെയായിരുന്നു ആ കാലത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു, മഞ്ഞും മഴയൊക്കെയാണ്, ഞാൻ പറയണ പരിപാടി അമ്മച്ചി ചെയ്യുമെന്ന് ചോദിച്ചു. കാര്യം അപ്പം ഫ്രഷായിട്ട് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ്. അപ്പോൾ അച്ഛൻ പറ, ഞാൻ എൻ്റെ ആരോഗ്യം വെച്ച് ചെയ്യണത്രയും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, 4 തിരി എടുക്കണം. 4 തിരി എടുത്തിട്ട് ഈ ഉറഞ്ഞു കിടക്കുന്ന അടുത്തറയുടെ 4 മൂലക്കും വെളുപ്പിന് 5 മണിക്ക് കത്തിച്ച് വെക്കണം. നമ്മൾ 5 മണി, വെളുപ്പിന് 5 മണി പണ്ട് മുതലേ കർത്താവ് എന്നോട് പറഞ്ഞൊരു സമയമാണ്.
ഇപ്പം നമ്മൾ 5:30 പ്രത്യക്ഷയുടെ പ്രാർത്ഥനയില്ലേ, അതിപ്പോൾ ഇങ്ങനെ തുടങ്ങിയൊന്നുമല്ല. പണ്ട് മുതലേ ഉള്ള അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഉടമ്പടിയിലെന്ന് പറഞ്ഞൊരു 4 നൂറ്റാണ്ട് മരീന അനുഭവങ്ങളുണ്ട്. ഉടമ്പടിയിലെ ഓരോ കാര്യവും ഓണോടെ സംഭവിച്ചതല്ല. ആ ഉടമ്പടി എന്നുള്ള കൺസെപ്റ്റാണ് അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെടുന്ന ഭാഗമായിട്ട് തന്നത്. അതിൻ്റെ കൂടെയുള്ള ഇക്വേഷൻ പ്രയർ എല്ലാം വർഷങ്ങളായിട്ട് പയറ്റി തെളിഞ്ഞ് അത് പ്രയോഗിച്ച് വിജയിച്ച ഫോർമുലയാണ് അതിനകത്തുള്ള എല്ലാം. അപ്പോൾ ഈ ഒരു ഫോർമുലയായ നമ്മച്ച് 4 തിരി കത്തിക്കണം, 4 തിരി ഉറഞ്ഞ അടുത്തര 4 മുല കത്തിക്കണം. എന്നിട്ട് അമ്മച്ചി വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റിട്ട് ഇതിൻ്റെ ചുറ്റും 4 കൊന്ത ചെല്ലണം. 4 കൊന്ത. അപ്പോൾ എനിക്കറിയാം ആ പ്രായത്തിന് 4 കൊല്ലം ഓവർ ഡോസാണ്. നമ്മൾ ആദ്യം ഒന്ന് ചെല്ലിയാൽ മതി ആദ്യ ദിവസമൊക്കെ. പിന്നെ ആരോഗ്യം ഉണ്ടെങ്കിൽ 2, പിന്നെ ആരോഗ്യം ഉണ്ടെങ്കിൽ 3, അങ്ങനെ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവർക്ക് കർത്താവ് എനിക്ക് തന്നൊരു നോട്ട് കൊടുത്തിട്ട് പോയി. ജപമാല ഈ ഉറഞ്ഞ അടുത്തറയിൽ 4 മുലക്കും തിരി കത്തിച്ചിട്ട് 4 മുലക്കും നടന്ന് ചെല്ലണം. ഇത് ജപമാല നടന്ന് ചെല്ലണം. ഇങ്ങനെ നടന്ന് ചെല്ലണമെന്നുള്ള ഐഡിയ എനിക്ക് കിട്ടിയത് വാഗ്ദാന പേടകത്തിൽ നിന്നാണ്. ഞാൻ യോശുവയുടെ പുസ്തകം പണ്ട് മുതൽ വായിക്കുന്നതാണ്. നമുക്കറിയാലേ പുറപ്പാട്, നമ്മുടെ ഉടമ്പടിയിലുള്ള മുഴുവൻ റെഫറൻസ് ഇവിടുന്ന് വന്നതാണ്. പുറപ്പാട് അതിൽ നിന്നും അതുപോലെ തന്നെ യോശുവയുടെ പുസ്തകത്തിൽ വന്നിട്ടുള്ളതാണില്ല. വെളിപാട് പുസ്തകം വരെയുള്ള റെഫറൻസ് ഉണ്ടെങ്കിലും ബേസിക് എനിക്ക് കിട്ടിയത് അവിടുന്നാണ്. പ്രാർത്ഥനയിൽ കിട്ടിയാണല്ലേ, വെറുതെ എങ്ങനെ ചിന്തിച്ചെടുത്തതൊന്നുമല്ല. ഇതുപോലെ പ്രാർത്ഥനാ വെളിപാടുകളാണെല്ലാം. ഇപ്പം ഇത് വെളിപാടല്ലേ, കാര്യം ഇതിൻ്റെ ചുറ്റും നടക്കുക എന്നുള്ള വെളിപാടാണ്. ചുറ്റും നടക്കുക. അപ്പോൾ ഉടനെ ഞാനങ്ങനെ അത് പറഞ്ഞിട്ട് ഞാൻ പോന്നു. പിന്നെ അടുത്ത വെഞ്ചരിപ്പില്ല. അടുത്ത ദിവസം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ അമ്മച്ചി കടയിൽ പോകണേന് റോഡിൽ പോണത് എൻ്റെ മേടയുടെ വാതിക്കൽ കൂടിയാണ്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ മേട വാതിക്ക് ആ വഴി എൻ്റെ മേട വാതിക്കലല്ലേ നിൽക്കുമ്പോൾ അമ്മച്ചി തന്നെ കണ്ടു. അപ്പോൾ എനിക്ക് ആൾക്കാരൊക്കെ വലിയ പരിചയമില്ല. ഈ അമ്മച്ചിയുടെ തന്നെ സന്ധ്യക്കാണ് ഞാൻ കണ്ടതെന്ന് ഒറ്റക്കാഴ്ച കണ്ടുള്ളൂ. അപ്പോൾ എന്നാൽ എൻ്റെ ഒരു ആ പൊക്കം കുറവ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് അന്ന് ഞാൻ ഇത് അടുത്തറ പ്രാർത്ഥിക്കാൻ പറഞ്ഞ അമ്മച്ചിയല്ലേ. അച്ഛാ അതെ. ഞാൻ പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ടാന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തെങ്കിലും മാറ്റം ഉണ്ടായെന്ന് ചോദിച്ചു. അച്ഛാ മാറ്റം ഉണ്ടെന്ന് എൻ്റെ മകൻ ജോബ്. അപ്പോൾ ജോബിയാണ് ഇപ്പോൾ ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്. ആ അമ്മച്ചിയാണ് മരിച്ചു പോയത്. ഒരു 5-6 കൊല്ലം ആയുള്ളൂ. അപ്പം അച്ഛാ എൻ്റെ മൂത്ത മകൻ ജോബില്ലേ, ജോബ് ഇവിടെ പോയിട്ടുണ്ട്. അവിടെ ചേർത്തല തഹസിൽദാർ ഓഫീസിൽ ചെന്നപ്പോൾ ജോബിനോട് പറഞ്ഞ് ഞാൻ പട്ടണക്കാട് നിന്ന് വന്ന പട്ടയം മുഴുവനും ചേർത്തല താലൂക്ക് ഓഫീസിൻ്റെ മച്ചിൽ കിടക്കുകയാണ്, മുറുത്ത പലക തട്ടിൽ മുകളിൽ കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ കുഴപ്പമറിയാമല്ലോ. അതിന് നമ്മളതിനകത്ത് കയറി നിൽക്കാൻ പറ്റത്തില്ല, ഇരിക്കാതെ വരത്തുള്ളത്. അപ്പം മുഴുവനും ഓടാണ്, പഴയ ഉറഞ്ഞ ഓടൊക്കെയും ഭയങ്കര ചൂടാണ്. അതിനകത്ത് ഇരുന്ന് നമ്മളെ ഗോതമ്പ് ഒക്കെ കുഴച്ച് വെക്കുകയാണെങ്കിൽ അപ്പം തന്നെ റൊട്ടിയപ്പോണ ചൂടാണ്. അപ്പോൾ ജോബ് അത്രയും നാൾ ജോബിനില്ലാഞ്ഞൊരു ആശയം, ഒരു ആവേശം കൊടുത്തിട്ട് ഈ വില്ലേജ് ഓഫീസ് ചെന്നപ്പോൾ അപ്പോൾ ജോസഫ് സാറാണെന്ന് അവിടെ ഇരിക്കണത്, ചന്ദ്രകാരൻ തന്നെയാണ്. എന്തോ ഒരു പരിചയം എനിക്കുണ്ട്. ഞാൻ ജോസഫ് സാറിന് നീട്ടിപ്പിടിച്ച് കത്തെഴുതി, സാറേ ഇതാണ് പ്രശ്നം, ഇതിങ്ങനെ ഉറഞ്ഞു പോയി അടുത്തറയാണ്, ഇയാളുടെ പട്ടയം അവിടെ ഉണ്ടെന്നാണ് അറിയണത്, എങ്ങനെയാലും ഉണ്ടെങ്കിൽ സാറേ ഇത് നോക്കിയെടുത്ത് കൊടുക്കാൻ പിയൂണിന് ഒരു ചാർജ് കൊടുക്കാൻ പറഞ്ഞു. സാർ അത് അങ്ങനെ തഹസിൽദാറത് വലിയ കാര്യമായിട്ട് എടുത്തിട്ട് പിയൂൺ ഇയാളുടെ കൂടെ കയറി, മോള് കൊടുത്തിട്ടേ കയറി. പിയൂണ് ഒരു അരമണിക്കൂർ ഇറങ്ങിപ്പോകും, ഇരിക്കാൻ പറ്റത്തില്ല, അപ്പോൾ അസുഖം പിടിക്കും. പക്ഷെ ഇങ്ങൾക്ക് ആവശ്യമാണല്ലോ, ആവശ്യക്കാരനല്ലേ, അങ്ങനെ അവിടെ ഇരിക്കുക. 3-4 ദിവസമായി. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് 9 മണിയാകുമ്പോൾ തഹസിൽദാറിൻ്റെ അപ്പോൾ അവിടെ ആയിരക്കണക്കിന് പട്ടയം കിടപ്പുണ്ടേ, 1-2 ഇല്ലേ, ഇതെല്ലാം നോക്കിയെടുക്കണം. ആ ഇരുട്ടത്തിരുന്ന് അവിടെ ലൈറ്റും ഇല്ല, പിന്നെ വെയിൽ ഓടെ അടിക്കുന്നുണ്ട്. അതിനകത്തുനിന്നാണ് ഓരോ പട്ടയം ചകഞ്ഞെടുത്ത് വായിച്ച് നോക്കി 5-8 ദിവസമായിട്ട് പോകണമുണ്ടേ, കിട്ടണില്ല. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി പ്രാർത്ഥന മുടക്കരുത് കേട്ടോ, ഇത്തിരി പാടാണെങ്കിൽ ചെയ്തേക്കാൻ പറഞ്ഞു. ചെയ്ത് അമ്മച്ചി ഞാൻ മുടക്കത്തില്ല, അവർ മുടക്കത്തില്ല. അത് ഈ പ്രായമായവരെ
ഒരു പ്രത്യേകത ഇതാണ്. കാര്യം അവിടെ ഒരു സാധനം ഏറ്റെടുത്താൽ അവരേറ്റെടുത്തതാണ്. അല്ല ഒക്കണേ ലെഗിടിയാ ഊട്ടി പോയാ ചട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അഴകുഴമ്പ് പ്രാർത്ഥനക്കാർക്കാണ് പണി കിട്ടണത്. മഞ്ഞപ്പയ്യാക്ക് നേരെ ചെറിയ കർത്താവിൻ്റെ നട്ടെല്ലാം ഇളക്കാൻ നിൽക്കണവന് ഒരു പ്രശ്നവുമില്ല. പ്രാർത്ഥിക്കുമ്പോൾ നട്ടെല്ലാം ഉണ്ടാകണം. വാഴപ്പിണ്ടി ഉണ്ടായ പണിയായിരിക്കും. ആധ്യാത്മിക ലോകത്തും നട്ടെല്ലുണ്ട് വാഴപ്പിണ്ടിയുണ്ട്. ഇപ്പം നട്ടെല്ലുള്ള അമ്മച്ചിയാണ് ശരിക്കും. ഇപ്പം ഒരു സമയം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു 10-14 ദിവസം കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞ അച്ഛാ അത് കിട്ടിയില്ല കേട്ടോ അച്ഛാ, അത് പട്ടയം കിട്ടിയില്ല, പക്ഷെ വേറെ ഒരു സംഭവം നടന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ സംഭവിച്ച്? അതെ അച്ഛാ, അവനവിടെ വെള്ളം കുടിക്കാതല്ലേ പട്ടിണിയല്ലേ മോളിക്കറി ഇരുന്നത്. അപ്പം അവനവിടെ വയറുവേദന വന്ന് ഇരുന്നപ്പോഴേ അത് ശരിയാ, ആ സമയത്ത് ഭക്ഷണം കഴിച്ചാലേ വയറുവേദന വരുമല്ലോ. അപ്പോൾ വയറുവേദന വന്നപ്പോൾ ആൾ താഴെ ഇറങ്ങി വന്നപ്പോൾ എന്ത് ചെയ്യാനാ, ആളിപ്പോൾ തല പോഞ്ഞ് ആൾസാർ പോലെ തല പോഞ്ഞ് പോവില്ല. തല പോഞ്ഞ ആളെ നേരെ ആൾക്കാർ ഓട്ടോറിക്ഷയ്ക്ക് അവിടെ മന്ദിരം വന്ന് പറഞ്ഞൊരു ആശുപത്രി ഉണ്ട്, ഹോളി ക്രോസ്, അവിടെ കൊണ്ടുപോയപ്പോൾ അതിനേക്കാളും പരിപാടിയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇയാൾ ചെല്ലുകയും വാതിലടച്ച് ആര് നേഴ്സിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ക്ലിനിക്ക് കഴിഞ്ഞ് ഉച്ച ക്ലിനിക്ക് 1 മണിക്ക് കഴിഞ്ഞ് ഉച്ച ഊണിഞ്ഞ് അവർ അടച്ച്. പിന്നെ 2 മണി വരെ കാത്തിരിക്കണം. ഈ മനുഷ്യൻ വയറുവേദനയാണേ. നമ്മളിപ്പോൾ കാശാനും കാര്യങ്ങളൊന്നുമില്ല. അവിടെ വയറുവേദനയ്ക്ക് ഒരു മരുന്ന് ഡോക്ടറിനെ കാണണം, ഡോക്ടറെ കൊടുക്കാതെ മരുന്ന് കൊടുക്കത്തില്ല. ഡോക്ടർ ഇനി 2:30 കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. അപ്പോൾ ഇയാൾ പുറത്ത് വയറുവേദനയും പിടിച്ചിങ്ങനെ കാറിക്കൂവിയിരിക്കുകയാണ്. അപ്പോൾ ഒരു കന്യാസ്ത്രീയോടെ വന്ന് ചോദിച്ചു എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ കന്യാസ്ത്രീ പറഞ്ഞ് വയറുവേദനയുടെ സിസ്റ്റർ സഹിക്കാൻ പാടില്ല, ചാകാൻ പോകണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ നിങ്ങൾ ഈ സമയത്ത് വന്നിട്ട് എന്ത് കാണിക്കാനാണെന്ന് ചോദിച്ചു. ഇതോട് നേരത്തെ പറയണ്ടേ ഡോക്ടർ എഴുന്നിട്ട് പോയിട്ട് ഇപ്പോൾ 15 മിനിറ്റ് ആയുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ ഒന്നും നമുക്ക് മറുപടി ഇല്ലല്ലോ. പക്ഷെ എന്നാലും സിസ്റ്ററിന് ഈ മനുഷ്യനോട് ഒരു അനുകമ്പ തോന്നി. സിസ്റ്റർ പറഞ്ഞ കോവിൻ്റെയൊക്കെ ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. ഭക്ഷണം കഴിക്കുമ്പോൾ ജയം മാറിയിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യനെ സിസ്റ്റർ ഭക്ഷണം കഴിക്കാനായിട്ട് കോൺവെൻറ്റിൽ കൊണ്ടുപോയപ്പോൾ അയാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റർ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. എന്നാ ചോദിക്കണമെന്ന് വെച്ചാൽ ഇതെവിടെ പോയിരിക്കുകയായിരുന്നു വയറുവേദന പിടിക്കാൻ കാര്യം. അപ്പം കാര്യങ്ങളെല്ലാം പറഞ്ഞു. ശരി, അപ്പം വീടെന്തെങ്കിലല്ലേ? വീടില്ല സിസ്റ്റർ, ഇങ്ങനെയൊക്കെ പണ്ട് പ്രസവ കാര്യത്തിന് കാശെടുത്ത് മറിഞ്ഞു പോയത് കാരണം വീട് വെക്കാൻ എത്തിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ എല്ലാം കേട്ട് ഊണൊക്കെ കഴിച്ച് കഴിയുമ്പോൾ സിസ്റ്റർ പറഞ്ഞ് നിങ്ങൾക്ക് ഇനി എൻ്റെ വീട്ടിലോട്ട് പോകാനല്ല പറ്റത്തുള്ളല്ലേ? അപ്പോൾ വയറുവേദന തീർന്നു കേടാ. ഭക്ഷണം കഴിച്ചപ്പോൾ പ്രസവം തീർന്ന്, ഒരു കുഴപ്പമില്ല, രോഗിയല്ലേ, ജോലിക്കാരനല്ലേ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പറഞ്ഞ് ഓട്ടോറിക്ഷ പിടിക്കണ്ട, ഈ ജീപ്പേ കയറാൻ പറഞ്ഞു. ഉടനെ അയാൾ ജീപ്പേ കയറി. സിസ്റ്റർ ഹോളി ക്രോസിൻ്റെ ഡ്രൈവറുമായിട്ട് സിസ്റ്ററിൻ്റെ ഒരു ആങ്ങള അന്ന് ജർമ്മനിയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ആങ്ങളോട് പറഞ്ഞ് ബ്രദറെ ഇതാണൊരവസ്ഥ, 2 കുഞ്ഞുങ്ങളുണ്ട്, വീടും ഇല്ല എന്ന് പറഞ്ഞു. അതിങ്ങനെ സംഭവിച്ച പാവം പട്ടയത്തിന് പോയിട്ട് വന്നിട്ട് വേറെ വേദനയെ പിടിച്ച് വന്നിരിക്കുകയാണ്. ഉടനെ ആങ്ങളെ ഈ ജീപ്പേ കയറി. ഇവരെല്ലാം കൂടി തയ്ക്കുക വന്ന് ഈ വീട് കണ്ട് അതോടുകൂടി ഈ ഫുൾ എമൗണ്ട്, ആ വീട് പണിയാനുള്ള മുഴുവൻ കാശും ഈ മനുഷ്യൻ കൊടുക്കാമെന്ന് പറയുകയല്ല, വീട് പണി ആരംഭിച്ചു. താക്കോല് കൈമാറണ ദിവസം വന്ന അന്ന് തന്നെ ചേർത്തല തഹസിൽദാർ ഇങ്ങോട്ട് വിളിച്ച് നിങ്ങളുടെ പട്ടയം കിട്ടിയിട്ടുണ്ട്, വന്ന് കൊണ്ടുപോകാമെന്ന്. ഇതെല്ലാം കൂടെ കൂട്ടി വെക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. എന്താ കാര്യം? ജപമാല എല്ലാത്തിനും സമാധാനമാണ്. ജപമാല, അതായത് ഈ ഒരു വിഷയം ഈ സ്റ്റോറി നിങ്ങൾ വായിച്ചില്ലേ? അതായത് ഇത് അന്ന് ആ സന്ധ്യക്ക് ഞാൻ അവിടെ ചെല്ലാതിരുന്നെങ്കിൽ ഇന്നും ഒരു പക്ഷെ ആ കുടുംബം ചെല്ലാതിരിക്കുകയും പരിശുദ്ധാത്മാവ് ജെറിക്കോ പ്രാർത്ഥന ഇതിന് ചുറ്റും പ്രാർത്ഥിക്കാൻ എനിക്കൊരു വെളിച്ചം തന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പ്രാർത്ഥിക്കാൻ ആളുണ്ടായി അവിടെ.
അത് തെറ്റിക്കാതെ പ്രാർത്ഥിക്കാൻ ആളുണ്ടായി. ഇപ്പം ഞങ്ങളിപ്പോൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ നിങ്ങളോട് എത്ര കൗൺസിലേഴ്സാണ് ചോദിക്കണത്, പറ്റുമോ എന്നൊക്കെ ചോദിക്കണത്. എന്താ ചോദിക്കണമെന്ന് വെച്ചാൽ അത് തെറ്റിച്ച് കഴിഞ്ഞാൽ വിളിക്കാൻ എന്തൊക്കെ പാണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ശ്രദ്ധിച്ച് അപ്പോൾ ഇങ്ങനെ അഴകൊള്ളുമ്പോൾ ഒക്കണേ ഒക്കട്ടെ എന്നും പറഞ്ഞ് പൊട്ടക്കണ്ണനെ മാവറ്ററി പോലെ എറിയാൻ വേണ്ടി ആൾക്കാർ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ മിക്കവാറും അത് നേരെ തിരിച്ചു കൊള്ളും. അപ്പം അതുകൊണ്ടാണ് കർശനമായിട്ട് ചെയ്യുന്നത്. അതായത് ദൈവത്തെ ആശ്രയിക്കുന്നവർ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. എന്നിട്ട് ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങൾക്കും ഒരു ജപമാല സമാധാനമാണെന്ന് വിശ്വസിക്കണം. പിന്നെ വിശ്വസ്തയോടുകൂടി നമ്മുടെ ദൈവം എന്ന് പറഞ്ഞാൽ സത്യദൈവമായതുകൊണ്ട് പരീക്ഷ ഇത്തിരി കൂടുതലാണ്, അല്ലെങ്കിൽ ഒരു പരീക്ഷയില്ല. എബ്രാഹത്തിൻ്റെ കാലം വരെ മൊത്തം പരീക്ഷ. ഈശോ വന്നപ്പോഴും അപ്പായൊക്കെ വലിയ നല്ല കാര്യമൊക്കെ പറഞ്ഞു, എൻ്റെ പ്രിയപുത്രനാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ജോർദാൻ നദി ഇറക്കി നിർത്തി തലയൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ട് സ്വർഗ്ഗമൊക്കെ തുറന്ന് പരിശുദ്ധാത്മാവിനൊക്കെ ഇറക്കി എൻ്റെ പ്രിയപുത്രനാണെന്നൊക്കെ പറഞ്ഞ് ആഘോഷമായിട്ടൊക്കെ പറഞ്ഞെങ്കിലും കേറാൻ നേരത്തെ പറഞ്ഞ് മൈ സൺ ദർ ഇസ് എ ടെസ്റ്റ്, എൻ്റെ മകനെ ഒരു ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നാൽ അടുത്ത പരിപാടിക്ക് പോയിക്കളാമെന്ന് 40 ദിവസം. അപ്പം സത്യദൈവത്തിൻ്റെ ലക്ഷണമാണ് ടെസ്റ്റ്. സത്യദൈവം അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് വരും, ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ടെസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഏത് പ്രാർത്ഥനയായാലും ഒരു ടെസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ജപമാല ചെല്ലണ സമയത്തായിരിക്കും കൊച്ചിനെ കണ്ടടിക്കണത്. സന്ധ്യക്കാണേ കൊച്ചു അവിടെ ചെന്ന് വല്ല കമ്പിയ കോല എടുത്ത് പ്ലഗിൻ്റെ അകത്ത് കൂട്ടി അടിച്ച് ഉടനെ കണ്ണും പറഞ്ഞ് എൻ്റെ മകനെ എന്ന് പറഞ്ഞ് ജപമാല കുളമായി. അന്ന് ജപമാല ഇല്ല അവിടെ. എന്താ കാര്യം? ടെസ്റ്റ് തോറ്റിരിക്കുകയാണ്. അല്ലാത്തവർ പറയും, ധൈര്യമുള്ളവർ പറയും കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയിക്കോ, പിന്നെ കർത്താവെ ഒന്നും സംഭവിക്കുന്നില്ല, ഞാൻ ജപമാല ചെല്ലട്ടെന്ന് പറയും. ഇതിനെ തോന്നിയാൽ 90% കുടുംബം തോറ്റിരിക്കുകയല്ലേ. എന്താ കാര്യം? ടെസ്റ്റ് ഭയങ്കരമാണ് ഇതിൻ്റെ. ഞാൻ ഈ കാലങ്ങളെല്ലാം കർത്താവിനെ കണ്ടപ്പോഴേക്ക് മനസ്സിലായത് ടെസ്റ്റിന് തയ്യാറായത്. പ്രിയമകനെ, പ്രഭാഷകൻ പറയത്തില്ല, പ്രിയമകനെ നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങണമെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ തയ്യാറായിക്കൊള്ളുക. വെരി സിമ്പിളാണ്. അപ്പോൾ ഒരു പ്രാർത്ഥന പൂർത്തിയാക്കാതിരിക്കാൻ വേണ്ടി ദൈവം തന്നെ ചിലപ്പോൾ ബോധപൂർവം നമ്മളെ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ടെസ്റ്റിൻ്റെ അകത്ത് അച്ചിട്ട പോലെ നിൽക്കണം. ഈ ടെസ്റ്റിൻ്റെ അകത്ത് അച്ചിട്ട പോലെ നിൽക്കുന്നതിനാണ് പരിശുദ്ധാത്മാവിന് നമുക്ക് വേണ്ടി വരണത്. പരിശുദ്ധാത്മാവില്ലാതെ ക്രിസ്ത്യൻ ലൈഫ് നോട്ട് പോസിബിൾ. നമ്മൾ ജീവിക്കണ ക്രിസ്ത്യൻ ലൈഫ് അല്ലല്ലോ. അതിപ്പോൾ എല്ലാവരുടെയും ലൈഫ് ഈഴവരും അക്രൈസ്തവരും മുസ്ലിംസും ഇസ്ലാംസും ക്രിസ്ത്യൻസും എല്ലാം ഒരു തരം ജീവിതം ജീവിക്കാൻ. ഇതൊന്നും ക്രിസ്ത്യൻ ലൈഫ് അല്ല. ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറയുന്നത് ഗൈഡഡ് ബൈ ദ സ്പിരിറ്റ്. എല്ലാ കാര്യങ്ങൾക്കും പരിശുദ്ധാത്മ നിരീക്ഷണം ഉണ്ടാവും, എല്ലാ കാര്യവും ടെസ്റ്റ് ഉണ്ടാവും. അത് വിശ്വാസം, പ്രത്യാശ എന്ന് പറയണതേ എന്താ സത്യം പറഞ്ഞ ഈ വാഗ്ദാന പേടകം എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഉള്ളിൽ വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം 3 ദൈവിക പുണ്യങ്ങളുടെ പ്രതീകങ്ങളാണ് ഇരിക്കുന്നത് അതിൻ്റെ അകത്ത്. അതും ചുവന്നുകൊണ്ടാണ് ഇവർ ഒരു പെട്ടിടത്ത് വെച്ച് അവർ ഈ കൃപാസനം ചുമന്നുകൊണ്ടാണ് ഇവർ പ്രാർത്ഥിച്ച് ജെറിക്കോ കോട്ട പൊടിക്കണത്. അപ്പോൾ ഇതിനകത്ത് 3 സംഭവങ്ങളുണ്ട്. ഒന്ന് വിശ്വാസത്തിൻ്റെ മഞ്ഞപ്പം, പിന്നെ എന്താണ് പ്രത്യാശ. പ്രത്യാശ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്തിരിക്കുന്ന അഹ്റോൻ്റെ ഉണക്ക വടിയാണ് പ്രത്യാശ. പിന്നെ അതിൻ്റെ അകത്തിരിക്കുന്നത് എന്താണ്? ദൈവവചനം, അതാണ് ദൈവസ്നേഹം. ദൈവത്തിൻ്റെ മനസ്സ്, അതാണ് ദൈവസ്നേഹം, അതാണ് വചനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രതീകങ്ങളാണ് ഇരിക്കുന്നത്, ദൈവിക പുണ്യങ്ങളുടെ പ്രതീകങ്ങളാണ് വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം. അപ്പോൾ ഈ 3 ദൈവിക പുണ്യങ്ങളെ ചുമന്നുകൊണ്ടാണ് ഇവർ ജെറിക്കോ കോട്ട നടത്തുന്നത്. അതിനകത്ത് ഒന്നാണ് പ്രത്യാശ. പ്രത്യാശ എന്ന് പറയുന്നത് ഉണക്ക വടിയാണ്. പക്ഷേ ഉണക്കവടി ചുമ്മാ ഉണക്കവടിയല്ലത്, ബദാം കായ്ച്ച അഹ്റോൻ്റെ വടിയാണത്. അപ്പോഴേ നിന്റെ ജീവിതം ഉണങ്ങിയതാണെങ്കിൽ, നിന്റെ അടിത്തറ ദ്രവിച്ചതാണെങ്കിൽ അഹ്റോൻ്റെ വടി പോലെ, ഉണക്കവടി പോലെ അത് ബദാം കായ്ക്കും. അത് പ്രത്യാശയാണ്. അത് അമ്മയുടെ പ്രതീകമാണ് ശരിക്കും.
പ്രത്യാശയുടെ രൂപത്തിലാണ് പരിശുദ്ധ അമ്മ വാഗ്ദാന പേടകത്തിൻ്റെ ഉള്ളിലും സാന്നിധ്യം നൽകുന്നത്. അതുകൊണ്ടാണ് എലിസബത്ത്, ഇപ്പോൾ നമ്മൾ എലിസബത്ത് അമ്മയെ കാണുമ്പോൾ എന്താ പറയണത്? മേരി, നീ അഹ്റോൻ്റെ ഉണക്ക വടി പോലെയാണ്, പൂത്ത വടി, നിനക്ക് പ്രത്യാശയുണ്ട്. എന്താണ് കർത്താവ് നിന്നോട് അള്ളിച്ചത് കാര്യങ്ങൾ? ലൂക്കാ 1:45 കർത്താവ് നിന്നോട് അള്ളിച്ചത് കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണെന്ന്. അപ്പോൾ പ്രത്യാശ ഉണക്കവടിയായിട്ട് അവിടെ ഇരിക്കുക. ആ ഉണക്കവടിയിലേക്ക് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹമെന്തെന്ന് നമ്മൾ അറിയുന്നു എന്ന് പറയുന്നത് ഈ ഉണക്കവടിയിൽ പരിശുദ്ധാത്മാവ് ചിന്തുമ്പോൾ, പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് ചിന്തുമ്പോൾ ബിഹോൾഡ് ദ ഹാൻഡ്മെയ്ഡ് ഓഫ് ദി ലോർഡ് എന്ന് പറയുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ചിന്തണത്. അപ്പോഴാണ് കന്യക ഗർഭം ധരിക്കുന്നത്. കന്യകയാണ് ഉണക്കവടി. കുഞ്ഞുങ്ങൾ ജനിക്കാൻ സാധ്യതയില്ലാത്ത, താല്പര്യമില്ലാത്ത, അതിനേക്കാൾ വലിയ ദൈവസമർപ്പണമുള്ള ആളാണ് അമ്മ. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ ഉണക്കവടിയാണല്ലോ, അഹ്റോൻ്റെ ഉണക്കവടിയാണല്ലോ എന്ന് പറയും. അതാണ് ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന് പറയണത്. അപ്പോഴാണ് പറയണത് ഈ ഉണക്കവടിയിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അതാണ് എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറയണത്. മേരി, നീ ഉണക്കവടിയാണല്ലേ, നീ പറഞ്ഞില്ലേ അപ്പായോട്, നിന്നെ പരിശുദ്ധാത്മാവ് ഓരോന്ന് പറഞ്ഞില്ലേ, കർത്താവ് ചില കാര്യങ്ങളെ നിറവേറുമെന്ന് വിശ്വസിച്ച നീ പ്രത്യാശയുടെ ആളാണെന്ന് പറയും. അപ്പോൾ വിശ്വസിക്കുന്ന എല്ലാവർക്കും ജപമാല ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ പ്രത്യാശ ആണ് പുഷ്പിക്കണത്. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നിന്റെ എല്ലാം ഈ ജപമാലയുടെ ഉള്ളിലുണ്ട്. നീ അത് ആക്ടിവേറ്റ് ചെയ്യണം. നീ അത് പ്രയോഗത്തിൽ വരുത്തുമ്പോൾ പ്രത്യാശ റോമ 5:5 അനുസരിച്ചുകൊണ്ട് പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹമെന്തെന്ന് നമ്മൾ അറിയുന്നു. പഴയ നിയമത്തിൽ ഒരിടത്തുമില്ല അഹ്റോൻ്റെ വടിയാണ്, ഉടക്ക വടിയാണ് കൃപാസനത്തിൻ്റെ ഉള്ളിലിരിക്കണമെന്ന് കണ്ട. പക്ഷെ സെൻറ്റ് പോളിന് കൊടുത്ത ഒരു വെളിപാടാണത്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലനാണ് നമ്മളോട് പറയണത്, മന്ന 3 കാര്യങ്ങൾ വാഗ്ദാന പേടകത്തിലുണ്ട്. ഹെബ്രായർ 9:4 3 കാര്യങ്ങൾ വാഗ്ദാന പേടകത്തിലുണ്ട്. 1 മന്ന അപ്പം, 2 അഹ്റോൻ്റെ ഉണക്കവടി മൂത്തവടി, 3 ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ, വചനങ്ങൾ. അത് പരിശുദ്ധാത്മാവ് പൗലോസിന് കൊടുത്ത വെളിപാടിൻ്റെ ഭാഗമാണ്. പഴയ നിയമത്തിൽ അത്രയും വിശദമായിട്ടില്ല. അപ്പോൾ എൻ്റെ അർത്ഥം എന്താണ്? പുതിയ നിയമം വന്നപ്പോഴും കൃപാസനം ലൈവാണെന്നതിൻ്റെ അർത്ഥം. പുതിയ നിയമകാലം വന്നപ്പോഴും കൃപാസനവും വാഗ്ദാന പേടകവും നമ്മുടെ ആധ്യാത്മികതയുടെ അടിസ്ഥാന ഘടകമാണ്, അവിഭാജ്യ ഘടകമാണെന്ന് അർത്ഥം. അതുകൊണ്ട് തന്നെ വാഗ്ദാന പേടകം എന്താണെന്ന് ചോദിച്ചാൽ അത് പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവവിശ്വാസം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ നിങ്ങളുടെ അപേക്ഷിക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഗ്ദാന പേടകം ചുമന്നുകൊണ്ടാണ് കത്തോലിക്കൻ ഈ ദേവമാല ചെല്ലണമെന്ന് ഓർക്കണം. രണ്ടാമത്തെ എന്താണ്? പുത്തൻ തമ്പുരാന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ നിന്റെ തിരുക്കുവാട് അപേക്ഷിക്കണമേ. മൂന്നാമത്തെ എന്താണ്? പരിശുദ്ധാത്മാവിനെ പ്രിയ വധുവായിരിക്കുന്ന പരിശുദ്ധ ദേവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹമെന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുവാൻ തിരുക്കുവാട് അപേക്ഷിക്കണമേ. വാഗ്ദാന പേടകമാണെന്ന് അർത്ഥം. ജപമാല എന്ന് പറയുന്നത് കൃപാസനമാണെന്ന് അർത്ഥം. അതിൻ്റെ അകത്ത് വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം എന്നുള്ള ദൈവിക ശക്തി അതിനകത്ത് പ്രതീകാത്മകമായി ഓരോ ജപമാല മടി പ്രാർത്ഥിക്കുമ്പോൾ, അത് ഉള്ളടക്കം ചെയ്യുമ്പോൾ, അതിന് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ഹൃദയം വെച്ച് കർത്താവാണെന്ന് ഹൃദയം കൊണ്ട് അധരം കൊണ്ട് ഏറ്റുപറയുകയും അവനെ മരിച്ചെന്ന് ഓർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ രക്ഷ പ്രാപിക്കുമെങ്കിൽ, അങ്ങനെ രക്ഷ പ്രാപിക്കാൻ വേണ്ടി യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ആ വലിയ രക്ഷാ സംഭവങ്ങൾ കാച്ചി കുറുക്കിയാണ് ജപമാലയുടെ ഉള്ളിൽ വെക്കണത്. നമ്മളത് ആക്ടിവേറ്റ് ചെയ്യണം. അത് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ബോധത്തോടെയാണ് പ്രാർത്ഥിക്കണമെങ്കിൽ ഏത് ഉറഞ്ഞ കല്ലറയും വീണ്ടും പടുത്തുയർത്തപ്പെടും. ഏത് കുഴിമാടുകളും തുറന്നുകൊണ്ട് മരിച്ചവരെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുന്ന കാലം വരുന്നു, അല്ല വന്നു കഴിഞ്ഞു എന്ന് പറയണത് ഒരു പ്രാർത്ഥനയുടെ അനുഭവമാണെന്നുള്ള ബോധ്യത്തിൽ ജപമാല വർഷത്തിന് കൂടെ സഞ്ചരിക്കാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മഹായജ്ഞത്തിൽ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. രാവും പകലും ദൈവസന്നിധിയിലേക്ക് ജപമാലകൾ ചൊല്ലി ലോകത്തിനു വേണ്ടിയും തിരുസഭയ്ക്ക് വേണ്ടിയും
നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നേ ദിനം മുഴുവൻ നമ്മൾ ശ്രവിച്ച നമുക്ക് ലഭിച്ച എല്ലാ നിയോഗങ്ങളും ഈശോയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. ഒത്തിരിയേറെ മക്കളാണ് ജപമാല മഹാറാലിയിൽ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ നിയോഗങ്ങൾ രേഖപ്പെടുത്തി പ്രാർത്ഥിക്കുന്നത്. ആ സഹോദരങ്ങളെയെല്ലാം നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അതോടൊപ്പം തന്നെ അനേകം മക്കൾ ഫേസ്ബുക്കിലൂടെയൊക്കെ ഈ ശുശ്രൂഷകൾ ഷെയർ ചെയ്തുകൊണ്ട് ഈ പ്രേക്ഷിത വേലയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെയും നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവരുടെ ആ സന്മനസ്സിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം. ഇനിയും അനേകം പേര് ആ ശുശ്രൂഷയിൽ വഴിയുവാനും തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഈ ശുശ്രൂഷകൾ പ്രചരിപ്പിക്കുവാനുമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനേകം മക്കൾക്ക് ദൈവം നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, ഓൺലൈനിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെയെല്ലാം ഈശോയുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ഈശോയെ, ഈ മക്കളുടെ ആത്മാർത്ഥതയെ, അവരുടെ പ്രാർത്ഥനാനിരതമായ ജീവിതത്തെ അങ്ങ് തൃക്കൺ പാർക്കണമേ. പള്ളികളിൽ പോകുവാനായിട്ട്, ധ്യാനകേന്ദ്രങ്ങളിൽ പോകുവാനായിട്ട് സാധിക്കാത്ത ഈ കാലയളവിലും അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ സാമൂഹിക സമ്പർക്ക മാധ്യമങ്ങൾ ഭക്താഭ്യാസത്തിന് ഉപയോഗിക്കുവാൻ, പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുവാനൊക്കെ അവർ കാണിക്കുന്ന ആ സന്നദ്ധതയെ, അങ്ങയുടെ സുവിശേഷം പ്രചരിപ്പിക്കുവാനായിട്ട് അവർ കാണിക്കുന്ന സന്നദ്ധതയെ ഈശോയെ അങ്ങ് തൃക്കൺ പാർക്കണമേ. അവരുടെ കുടുംബങ്ങളിലേക്ക് അങ്ങ് സമാധാനമായി, സൗഖ്യമായി, ശാന്തിയായി കടന്നു ചെല്ലണമേ. ദിവ്യകാരുണ്യ ഇന്നേ ദിനം ഗ്ലോബൽ ഗൂഗിൾ റോസറി മീറ്റിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച എല്ലാ മക്കളെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒത്തിരിയേറെ അസുഖങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരങ്ങൾ പ്രാർത്ഥനാ സഹായം തേടി വിളിക്കുകയുണ്ടായി. കടബാധ്യത, തൈറോയിഡ്, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോള്, കിഡ്നി ഫെയിലിയർ ഒക്കെ ബാധിച്ച ബ്ലെസ്സി ഷാജു എന്ന സഹോദരിയെ ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ICUവിൽ കഴിയുന്ന മദർ ഫ്രാൻസിസിനെ ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വെരിക്കോസ് വെയിൻ മാറുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന ആൻസി എന്ന സഹോദരിയെ ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിവാഹ ജീവിതത്തിൽ ഒത്തിരി പാകപ്പിഴകളിലൂടെ കടന്നു പോകുന്ന 2 കുടുംബങ്ങളെ, ജൂലിയുടെയും ജോസിൻ്റെയും ദർശനയുടെയും ബിന്ദീപിൻ്റെയും കുടുംബങ്ങളെ ഈശോ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സോറിയാസിസ് ബാധിച്ച് ഒത്തിരിയേറെ വർഷങ്ങളായിട്ട് അതിൻ്റെ ശാരീരികമായ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന ദേവദാസ് എന്ന സഹോദരനെ ഈശോ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന പ്രസാദിനെ ഈശോയെ പ്രത്യേകമായിട്ട് അങ്ങ് തൃക്കൺ പാർക്കണമേ. അതോടൊപ്പം തന്നെ ബിനീഷ് എന്ന സഹോദരനെ നമുക്ക് ഒന്നു ചേർന്ന് ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാം. നിരവധിയായിട്ടുള്ള അസുഖങ്ങളിലൂടെയാണ് ആ മകൻ കടന്നു പോകുന്നത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ട്യൂമറുകൾ വരിക, ഒരു സ്ഥലത്ത് ഓപ്പറേഷൻ ചെയ്ത് കളയുമ്പോൾ അടുത്ത സ്ഥലത്ത് വരിക, അങ്ങനെ അനവധിയായിട്ടുള്ള ഓപ്പറേഷനുകളിലൂടെ കടന്നുപോയി അതിൻ്റെയൊക്കെ പരിണത ഫലമായിട്ട് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ഹാർട്ടിന് ബ്ലോക്ക്, ഇങ്ങനെയൊക്കെ നിരവധിയായ അസുഖങ്ങളിലൂടെ കടന്നു പോകുന്ന ബിനീഷിനെ ഈശോയെ അങ്ങ് തൃക്കൺ പാർക്കുകയും സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ലിജി എന്ന സഹോദരിയെ ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. തൈറോയിഡ്, കാഴ്ചയ്ക്ക് മങ്ങൽ, മൈഗ്രെയിൻ, ഇങ്ങനെ നിരവധിയായ അസുഖങ്ങൾ ഈശോ ഈ സഹോദരങ്ങളെയെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വ്യക്തിജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്
ഇവരുടെ ജോലി മേഖലകളിലേക്കൊക്കെ അങ്ങ് കടന്നു ചെല്ലുകയും അവരെ എല്ലാവരെയും അങ്ങ് ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, ഏതാനും നിമിഷങ്ങളിൽ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ ആയിരുന്നു കൊണ്ട് വചനം വിചിന്തനം ചെയ്യാം. ഇന്ന് നമ്മൾ ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ധ്യാനിക്കുന്ന വചനം സങ്കീർത്തനം 91 1-ാം തിരുവചനമാണ്. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും. അതിൽ നമ്മൾ പ്രത്യേകമായിട്ട് എടുക്കുക സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവൻ എന്ന ആ വചനമാണ്. സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവൻ. നമ്മളൊക്കെ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ആയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ജപമാലകൾ ചൊല്ലി പരിശുദ്ധ അമ്മയോടുകൂടെ ആയിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. ഇത് യഥാർത്ഥത്തിൽ നമ്മൾക്ക് സർവശക്തൻ്റെ തണലിൽ കഴിയുന്ന ഒരു അനുഭവമാണ്. പ്രാർത്ഥനയോടെ നമ്മൾ എവിടെ ആയിരിക്കുന്നുവോ അപ്പോൾ നമ്മൾ സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവരാണ്, അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ കഴിയുന്നവരാണ്. കാരണം പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുക, അത് ഇക്കാലയളവിൽ രാവും പകലും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെയാണ്. അവിടെ നിന്ന് നമ്മൾ വിട്ടുപോകുന്നില്ല. അപ്രകാരം നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നു. സ്ഥലകാല പരിമിതികൾക്കപ്പുറമായിട്ട് നമ്മൾ ആത്മാവിൽ ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന ഒരു സന്ദർഭം. ഇത്രമാത്രം ആത്മാവിൽ ദൈവത്തോടു കൂടെ നമ്മളായിരിക്കുന്ന ദിവസങ്ങൾ അല്ലെങ്കിൽ കാലങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ അപൂർവമായിരുന്നിരിക്കണം. ചിലപ്പോൾ പള്ളികളിൽ പോയിട്ട് അനേക കാലങ്ങളായിട്ടുണ്ടാകാം. പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ ആത്മാവിൽ നമ്മൾ പരിശുദ്ധ അമ്മയോടുകൂടെയാണ്, ആത്മാവിൽ നമ്മൾ ദൈവത്തോടു കൂടെയാണ്. അപ്പോൾ അത്യുന്നതൻ്റെ സംരക്ഷണത്തിലും സർവശക്തൻ്റെ തണലിലും കഴിയുന്നവരായിട്ട് നമ്മൾ മാറുകയാണ്. ഇന്നേ ദിനത്തിൽ അതിജീവനം അമ്മയോടത്തുനിന്നുള്ള ധ്യാന പരമ്പരയിൽ നമ്മൾ ശ്രവിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ സംരക്ഷണത്തിലും തണലിലുമാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ ഉണങ്ങിയവയൊക്കെ തളിർത്തു വരുമെന്ന്. അഹറോൻ്റെ ഉണങ്ങിയ വടി ബദാം പൂത്തു നിന്നുവെന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്. അഹറോനെക്കുറിച്ചുള്ള സംശയമാണ് അപ്രകാരം ചെയ്യുവാനായിട്ട് ദൈവത്തെ പ്രേരിപ്പിക്കുക. സാക്ഷ്യകൂടാരത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് എല്ലാ ഗോത്രങ്ങളിലെയും 12 പേരുടെയും പേരുകൾ എഴുതിയ വടികൾ സമർപ്പിച്ചു കഴിയുമ്പോൾ പിറ്റേ ദിവസം അഹറോൻ്റെ വടി മാത്രം തളിർത്തു നിന്നു. കാരണം ദൈവത്തിൻ്റെ ശക്തി അതിൻ്റെ മേൽ ഇറങ്ങി വന്നു. നമ്മളും പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കുകയാണ്. ചിലപ്പോൾ ജീവിതമൊക്കെ ഉണങ്ങിയതാകാം, വരണ്ടതാകാം, ഇനി ജീവനുണ്ടാവുകയില്ല എന്ന് ചിന്തിക്കുന്നതായിരിക്കാം. എങ്കിലും പ്രത്യാശയോടുകൂടെ ഈശോയുടെ സന്നിധിയിൽ നമ്മൾ ആയിരിക്കുന്നു. പരിശുദ്ധ അമ്മയോട് പറയുക, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. അമ്മ ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? അതിന് ദൂതൻ നൽകുന്ന മറുപടിയാണ്, ജീവിതം ഉണങ്ങിയതാകാം, ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് പ്രത്യാശയ്ക്ക് ഇനിയൊരു വകയുമില്ല എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാകാം. ഈ കടമൊക്കെ ഇനി എങ്ങനെ മാറും? ഈ കേസുകളിൽ നിന്ന് എങ്ങനെ തലയൂരും? ഈ പരീക്ഷകൾ എങ്ങനെ ജയിക്കും? ഈ ഇൻ്റർവ്യൂ എങ്ങനെ പാസ്സാകും? ഇങ്ങനെ നമ്മളെ അലട്ടുന്ന 1000 ചോദ്യങ്ങളുണ്ടാകാം. അതിനൊക്കെയുള്ള ഒരു മറുപടിയാണ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ഈ അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കുമെന്നതിന്
ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമ്മൾ വായിക്കുക, ദ പവർ ഓഫ് ദി ഓൾമൈറ്റി വിൽ ഓവർ ഷാഡോ യു. ദ പവർ ഓഫ് ദി ഓൾമൈറ്റി വിൽ ഓവർ ഷാഡോ യു. ഈ സർവശക്തൻ്റെ തണലിൽ കഴിയുക എന്ന് പറയുന്നത് സർവശക്തൻ്റെ നിഴലിൽ അല്ലെങ്കിൽ ഷാഡോയിൽ കഴിയുന്നതിന് സമാനമാണ്. നമ്മൾ ദൈവത്തിൻ്റെ തണലിൽ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കുന്നവരാണ്. നമ്മളുടെ ജീവിതത്തിലേക്ക് ദൈവാത്മാവ് വരികയും നമ്മളുടെ ജീവിതം തളിർക്കുകയും ചെയ്യും. പാരമ്പര്യങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാറുണ്ട്. അത് പരിശുദ്ധ അമ്മയുടെ വിവാഹത്തോടനുബന്ധിച്ച് പരിശുദ്ധ അമ്മയെ അന്നയും യോവാക്യമും ദേവാലയത്തിൽ സമർപ്പിച്ചതാണ് 3 വയസ്സിൽ. പ്രായപൂർത്തിയാകുമ്പോൾ വിവാഹം ചെയ്ത് അയക്കണം. അതിനാൽ പുരോഹിതൻ ഹേലി വിവാഹ പരസ്യം നൽകും. അതിൽ പാരമ്പര്യം പറയുക, വന്ന എല്ലാവർക്കും ഓരോ ഉണങ്ങിയ വടികൾ കൊടുത്തുവെന്നാണ്. ഈ ഉണങ്ങിയ വടികളുമായിട്ട് പോയിട്ട് അവർ പ്രാർത്ഥിച്ച് വരുമ്പോൾ ആരുടെ വടിയാണോ തളിർത്ത് നിൽക്കുന്നത് അവർക്കാണ് പരിശുദ്ധ അമ്മയെ വിവാഹം ചെയ്തു കൊടുക്കുക. അനേക ദിവസങ്ങൾക്ക് ശേഷം മടങ്ങി വരുമ്പോൾ ഔസേപ്പിതാവിൻ്റെ വടി മാത്രം തളിർത്തിരുന്നുവെന്ന്. അതുകൊണ്ടാണ് ഔസേപ്പിതാവിനെ നമ്മൾ കാണുമ്പോൾ കൈകളിൽ പൂക്കളുള്ള ഒരു ശിഖരവും നമ്മൾ കാണുക. കാരണം പരിശുദ്ധ അമ്മയെ അത്രമാത്രം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ ഉണങ്ങിയ വടിയും തളിർത്തുവെന്ന്. അഹ്റോൻ്റെ വടി തളിർത്തതുപോലെ യൗസേപ്പിതാവിൻ്റെ വടിയും തളിർത്തു. ഇതിന് സമാനമായിട്ട് നമ്മൾ കാണുന്ന പഴയ നിയമത്തിൽ കാണുന്ന മറ്റൊരു കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് തന്നെ സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനെന്നാണ്. ആ കഥാപാത്രമാണ് ബസാലിൽ. ബസാലിൽ, ദൈവത്തിൻ്റെ തണലിൽ കഴിയുന്നവൻ. ആ പദത്തിൻ്റെ അർത്ഥമാണ് ദൈവം ആരെയെങ്കിലുമൊക്കെ അറിഞ്ഞുവെന്ന് പറയുമ്പോൾ അവരുടെ പേരറിഞ്ഞുവെന്നാണ് ബൈബിൾ അർത്ഥമാക്കുക. ആരെയെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോഡ് നോസ് ഹിം ബൈ ഹിസ് നെയിം. ദൈവം അവൻ്റെ പേരിനാൽ അറിയുന്നു. മോശയെ ദൈവം അറിഞ്ഞപ്പോൾ ജലത്തിൽ നിന്നെടുത്തവനെന്ന് പേരിട്ടാണ് എടുക്കുക. മോശയെ ജലത്തിൽ നിന്നെടുത്തതാണ്. ബസാലിലിനെ ദൈവത്തിൻ്റെ സർവശക്തിയുടെ തണലിൽ കഴിയാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് തന്നെ ബസാലേലിന് ദൈവം നൽകുന്ന വലിയ ദൗത്യമെന്നത് ഈ കാണുന്ന സാക്ഷ്യകൂടാരം മുഴുവൻ പണിയുവാനായുള്ള വലിയ ഉത്തരവാദിത്വമായിരുന്നു. ആരുമല്ലാതിരുന്ന ഒരാളെ ദൈവം പേരോടുകൂടെ അറിഞ്ഞ് അവൻ്റെ ജീവിതത്തിലൂടെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. നമ്മളും ആരുമല്ലായിരിക്കാം, ഒന്നുമല്ലായിരിക്കാം, ഇനി ഒന്നുമായി തീരുവാനായിട്ട് സാധിക്കില്ല എന്ന് കരുതുന്നവർ പോലും ആയിരിക്കാം. എങ്കിൽ ഇനിയും നമുക്ക് സാധ്യതകളുണ്ട്. ഇനിയും നമ്മളുടെ ജീവിതത്തിൽ പ്രത്യാശയ്ക്ക് വകയുണ്ട്. ഇനിയും നമ്മളുടെ ജീവിതത്തിൽ ഉയർപ്പിന് സാധ്യതയുണ്ട്. സർവശക്തൻ്റെ തണലിൽ കഴിയാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാലകൾ ചൊല്ലി രാവും പകലും സർവശക്തൻ്റെ തണലിൽ കഴിയുമ്പോൾ ആത്മാവിറങ്ങി വരുന്ന സർവശക്തൻ്റെ ശക്തി നമ്മളിൽ ആവസിക്കുന്ന അനുഭവങ്ങളുണ്ടാകും. ഈശോയുടെ സന്നിധിയിൽ ഏതാനും നിമിഷങ്ങൾ മൗനമായിരുന്ന് ഈശോയെ, എൻ്റെ ഉണങ്ങിയ അവസ്ഥയെ അങ്ങ് തൃക്കൺ പാർക്കണമേ, എൻ്റെ ഉണങ്ങിയ അവസ്ഥയെ അങ്ങ് തളിരിടിപ്പിക്കണമേ എന്ന് നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം.
നിയോഗങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടത്തെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായി നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. പരിശുദ്ധ പരമ ദിവ്യ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ